ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഡോ ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുതിയ ടെക്സ്റ്റിലെ യൂണിറ്റ് 1 ബിയോണ്ട് ഫിയറിലെ ഫസ്റ്റ് ലെസനാണ്. കൂട്ടുകാരെ, ഈ ചിത്രത്തിൽ എന്താണ് കാണാൻ കഴിയുന്നത്? കൂട്ടുകാരെ, ഈ ചിത്രത്തിൽ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? നല്ല മഴയാണ്. ഒരു വലിയ മരം റോഡിൽ വീണ് കിടക്കുന്നു. അതുകൊണ്ട് വാഹനങ്ങളെല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്. ഒരു ചെറിയ ആൺകുട്ടി ഒറ്റയ്ക്ക് മഴയും കൊണ്ട് ആ വീണ് കിടക്കുന്ന മരം റോഡിൽ നിന്നും നീക്കി ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ മുതിർന്ന ആളുകൾ അവൻ ചെയ്യുന്നത് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ അവൻ്റെ ശക്തി കാണിക്കുകയല്ല, മറിച്ച് മറ്റുള്ളവരെ ഇത്തരം പ്രവർത്തികൾക്ക് അവൻ പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലുക്ക് ഹിയർ. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട്, ഒരു ഉദ്ധരണി ഉണ്ട്. നോക്കൂ, എന്താണെന്ന് നോക്കൂ. ഒരു ട്രൂ യഥാർത്ഥ ഹീറോ നായകൻ, ഒരു യഥാർത്ഥ നായകൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഫൈൻ എന്നാൽ അർത്ഥം എന്താണ്? നിർവചിക്കുക, നിശ്ചയിക്കുക എന്നാണ് അർത്ഥം. എ ട്രൂ ഹീറോ, ഒരു യഥാർത്ഥ നായകൻ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഈസ് നോട്ട് ഡിഫൈൻഡ് നിർവചിക്കപ്പെടുന്നില്ല, നിശ്ചയിക്കപ്പെടുന്നില്ല. ബൈ ദർ സ്ട്രെങ്ത്, അവരുടെ ശക്തിയാൽ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു യഥാർത്ഥ നായകനെ നിർവചിക്കുന്നത് അവരുടെ ശക്തി കൊണ്ടല്ല, ബട്ട് എന്നാൽ ബൈ എന്തിനാൽ ബൈ ദർ എബിലിറ്റി, അവരുടെ കഴിവ്, ടു ഇൻസ്പയർ പ്രചോദിപ്പിക്കാനും, ആൻഡ് ലീഡ് അതേഴ്സ് മറ്റുള്ളവരെ നയിക്കാനും. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഒരു യഥാർത്ഥ നായകനെ നിർവചിക്കുന്നത് അവരുടെ ശക്തി കൊണ്ടല്ല, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും നയിക്കാനുമുള്ള കഴിവുകൊണ്ടാണ്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, എന്തൊക്കെ ചിത്രങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നോക്കൂ, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി ജനങ്ങളെ അഭിസംബോധനം ചെയ്യുന്നു. ഇവിടെ നോക്കൂ, ഒരു വൃദ്ധനെ ഒരു യുവാവ് രക്ഷപ്പെടുത്തുന്നു. തൊട്ടു താഴെ നോക്കൂ, ഇവിടെ ഒരു ഫയർമാൻ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നു. ഇവിടെ നമ്മയെല്ലാം തീറ്റിപ്പോറ്റുന്ന കർഷകന്റെ ചിത്രം കാണാം. തൊട്ടു താഴെ നോക്കൂ, പാവങ്ങളുടെ അമ്മ മദർ തെരേസ ഒരു കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നത് കാണാം. തൊട്ടടുത്ത് ഒരു കുടുംബത്തെയും കാണാം. ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഹീറോസ് ആണ്. ഇനി തൊട്ടു താഴെ നമുക്ക് 2 ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. നോക്കൂ, വൈ എന്തുകൊണ്ട്, ഡു വി റിമെമ്പർ നമ്മൾ ഓർമ്മിക്കുന്നു, ദം അവരെ എന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്ന ഹീറോസിനെ, ഏസ് ഹീറോസ് അല്ലേ, അവരെ നായകന്മാരായി എന്തുകൊണ്ടാണ് നമ്മൾ ഓർമ്മിക്കുന്നത്? എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ആൻസർ നോക്കൂ. വി നമ്മൾ, റിമെമ്പർ ഓർമ്മിക്കുന്നു, ദം അവരെ, ഏസ് ഹീറോസ് ഹീറോസ് എന്ന നിലയിൽ, ബിക്കോസ് കാരണം, ദേ ഇൻസ്പയർ അവർ ഇൻസ്പയർ പ്രചോദിപ്പിക്കുക, ദേ ഇൻസ്പയർ അസ് അവർ നമ്മെ പ്രചോദിപ്പിക്കുന്നു. എങ്ങനെയാണ് പ്രചോദിപ്പിക്കുന്നത്? വിത്ത് കൊണ്ട്, ദേർ അവരുടെ കറേജ് ധൈര്യവും, ആൻഡ് കൈൻഡ്നസ് ദയയും കൊണ്ട് അവർ നമ്മെ പ്രചോദിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് എന്ത്, സ്പെഷ്യൽ പ്രത്യേക, ക്വാളിറ്റീസ് ഗുണങ്ങൾ, മേക്ക് ദം ഹീറോസ് അവരെ ഹീറോസ് ആക്കി മാറ്റുന്നു. എന്ത് പ്രത്യേക ഗുണങ്ങളാണ് അവരെ ഹീറോസ് അഥവാ നായകന്മാരാക്കി മാറ്റുന്നത്?
എന്താണ്? their അവരുടെ ബ്രേവറി ധൈര്യം, കൈൻഡ്നസ് ദയ ആൻഡ് നോബിൾ കുലീനമായ ക്വാളിറ്റീസ് ഗുണങ്ങൾ അല്ലേ, അവരുടെ കുലീനമായ അഥവാ നല്ല ഗുണങ്ങൾ മേക്ക് ദം ഹീറോസ് അവരെ എന്താക്കി മാറ്റുന്നു? ഹീറോസ് അഥവാ നായകന്മാരാക്കി മാറ്റുന്നു. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. നോക്കൂ, നമ്മുടെ ലെസന്റെ പേരെന്താണ്? ലിറ്റിൽ ചെറിയ, ഹാൻഡ്സ് കൈകൾ, ബിഗ് വലിയ, കറേജ് ധൈര്യം. ചെറിയ കൈകൾ, വലിയ ധൈര്യം. എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരെ? ചെറിയ കുട്ടികൾക്ക് പോലും വലിയ ധൈര്യം കാണിക്കാൻ കഴിയും എന്നാണ്. നമ്മുടെ പാഠഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് പൂർണ്ണമായും മനസ്സിലാകും. നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ഫൺ ടൈം. ഫൺ ടൈം എന്നാൽ അർത്ഥം എന്താണ്? പ്ലേയിങ് ടൈം, കളിക്കുന്ന സമയം. നോക്കൂ, ആരൊക്കെയാണ് കളിക്കുന്നത് നോക്കൂ. ഡിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ. ഡിൽനയും ഹെർ അവളുടെ ലിറ്റിൽ ചെറിയ, അതായത് ഇളയ ബ്രദർ സഹോദരനുമാണ്. സഹോദരന്റെ പേരെന്താണ്? ഐസക്. അപ്പൊ ഡിൽനയും അവളുടെ ഇളയ സഹോദരൻ ഐസക്കും എന്തായിരുന്നു? വേർ പ്ലേയിങ് കളിക്കുകയായിരുന്നു. എവിടാ? ഇൻ ദ ബാക്ക് യാർഡ്. ബാക്ക് യാർഡ് എന്നാൽ അർത്ഥം എന്താണ്? വീടിന്റെ പുറകുവശം അല്ലെങ്കിൽ പിന്നിലെ മുറ്റം എന്നൊക്കെയാണ്. അപ്പൊ വീടിന്റെ പുറകുവശത്ത്, ആരുടെ? ഓഫ് ദെയർ ഹൗസ്, അവരുടെ വീടിന്റെ പിറകുവശത്ത് അഥവാ വീടിന്റെ പിന്നിലെ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നോക്കൂ, ഇവിടെ കാണാൻ കൂട്ടുകാർക്ക് അവർ അവരുടെ വീട്ടിന്റെ പിറകിൽ നിന്ന് കളിച്ചു കൊണ്ടിരിക്കുന്നത്. ഡിൽന ലുക്ഡ് അപ്പ്. ഡിൽന മുകളിലേക്ക് നോക്കി. എവിടെ മുകളിലേക്ക്? അറ്റ് ദി സ്കൈ. സ്കൈ ആകാശം. ഡിൽന ആകാശത്തേക്ക് നോക്കി. ആൻഡ് സെഡ് എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞു നോക്കൂ. ഐസക് വി ഷുഡ് ഗോ എന്നാൽ പോകണം എന്നാണ് അർത്ഥം. വി ഷുഡ് ഗോ നമ്മൾ പോകണം. ഇൻസൈഡ് അകത്ത്, നമ്മൾ അകത്തേക്ക് പോകണം. എന്താ കാരണം? ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നു, ഞാൻ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു. എന്താണ്? ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇവിടെ ഒരു ഇറ്റിനെ കണ്ടില്ലേ? ആ ഇറ്റിന് യാതൊരു അർത്ഥവുമില്ല ഈ സെന്റൻസിൽ. അതിനെ പറയുക, നമ്മൾ എന്താ അതിനെ പറയുക? ഡമ്മി സബ്ജക്റ്റ് എന്നാണ് പറയുക. അതായത് അർത്ഥമില്ലാതെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വാക്കിനെയാണ് നമ്മൾ ഡമ്മി സബ്ജക്റ്റ് എന്ന് പറയാ. അതായത് നമുക്കൊരു സെന്റൻസിന് ഒരു സബ്ജക്റ്റ് വേണമല്ലോ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഗോയിങ് ടു റെയിൻ എന്ന് മാത്രം പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ കൂട്ടുകാർ, ഇത് നമുക്ക് ഗ്രാമർ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ ഇറ്റിന് അർത്ഥമില്ല. ഈസ് ഗോയിങ് ടു റെയിൻ, മഴ പെയ്യാൻ പോകുകയാണ്. അപ്പൊ എന്തിനാണ് നമ്മൾ ഐസക്കിനോട് ഇൻസൈഡിൽ അല്ലെങ്കിൽ വീട്ടിനകത്തേക്ക് പോകാൻ പറഞ്ഞത്? ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ, മഴ പെയ്യാൻ പോകുകയാണ്. അപ്പൊ ഐസക് എന്താ പറഞ്ഞു നോക്കൂ. യെസ്, ശരി. ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം. ഐസക് നോഡഡ്. നോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തലയാട്ടുക. അതായത് സമ്മതഭാവത്തിൽ തലയാട്ടുന്നതിനാണ് നമ്മൾ നോഡ് ചെയ്യാന്നറിയാം. അപ്പൊ ഐസക് നോഡഡ്, ഐസക് തലയാട്ടി. തലയാട്ടുമ്പോൾ എന്തുണ്ടായിരുന്നു? എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്, വറീഡ് വിഷമം. അവന് കുറച്ച് വിഷമമുണ്ടായിരുന്നു. തലയാട്ടിയെങ്കിൽ പോലും അവൻ അല്പം വിഷമമുണ്ടായിരുന്നു. കാരണം എന്താണ്? കളിക്കുന്നിടത്തുനിന്ന് ഉള്ളിലേക്ക് പോകുന്നത് ഏതൊരു കുട്ടിക്കും അല്പം പ്രയാസമുള്ളതാണ്. ഇനി നോക്കൂ, ബോത്ത് ഓഫ് ദം. ബോത്ത് രണ്ടിനെ കാണിക്കുന്നതാണ്. ബോത്ത് ഓഫ് ദം എന്നാൽ അവർ രണ്ടുപേരും ക്വിക്ക്ലി പെട്ടെന്ന് റേൻ ഓടി. എവിടത്തേക്കാ ഓടിയത്? ഇൻറ്റു ദി ഹൗസ്, വീട്ടിലേക്ക് ഓടി. ദേ അവർ വെന്റ് പോയി, സ്ട്രൈറ്റ് നേരെ.
അവർ നേരെ പോയത് എവിടത്തേക്കാ നോക്കൂ, ടു ദി കിച്ചൺ, അടുക്കളയിലേക്ക് പോയി. ആൻഡ് സ്പോട്ടഡ്, സ്പോട്ടഡ് എന്നാൽ അർത്ഥം ഇവിടെ സോ എന്നാണ് അർത്ഥം, കണ്ടു എന്നർത്ഥം, ഇല്ലെങ്കിൽ ഫൗണ്ട് എന്നാണ് അർത്ഥം. ആൻഡ് സ്പോട്ടഡ് കണ്ടു, എന്താ കണ്ടത്, എ പ്ലേറ്റ് ഓഫ് കുക്കീസ്, ഒരു പ്ലേറ്റിൽ കുക്കീസ് കണ്ടു. കുക്കീസ് എന്നാൽ എന്താണ്, മധുരമുള്ള ഒരു തരം ബിസ്ക്കറ്റ് ആണ്. എവിടെ കണ്ടത്, ഓൺ ദി ടേബിൾ, ടേബിളിൽ അല്ലേ. ഒരു പ്ലേറ്റിൽ എന്താണ്, അവർ കിച്ചണിലേക്ക് പോയി ഒരു പ്ലേറ്റ് കുക്കീസ് മേശപ്പുറത്ത് കണ്ടു. അപ്പൊ കുക്കീസ് കണ്ടാൽ ഏതൊരു കുട്ടിക്കും എന്തായിരിക്കും, വളരെ വളരെ സന്തോഷമായിരിക്കും. ഇവിടെ നോക്കൂ, കുക്കീസ് അല്ലേ. അപ്പോ ആര് പറഞ്ഞു, ഐസക് സെഡ്, ഐസക് പറഞ്ഞു. എങ്ങനെയാ പറഞ്ഞത്, വിത്ത് കൂടി, എ ബിഗ് സ്മൈൽ, ഒരു വലിയ പുഞ്ചിരിയോട് കൂടി പറഞ്ഞു. എന്താ വലിയ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ, വലിയ സന്തോഷത്തോടെ എന്നാണ് അതിനർത്ഥം. അപ്പൊ ഐസക് വലിയ പുഞ്ചിരിയോട് കൂടി പറഞ്ഞു അല്ലേ. ആസ് ഹി ഗ്രാബ്ഡ് വൺ, അവൻ എപ്പോഴാ പറഞ്ഞത്, ആസ് ഹി ഗ്രാബ്ഡ്, ഗ്രാബ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ അർത്ഥം ടുക്ക്, എടുത്തു എന്നർത്ഥം. ഗ്രാബ്ഡ് എന്ന് പറഞ്ഞാൽ എടുത്തു എന്നർത്ഥം. പക്ഷെ അതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട്, സ്നാച്ച് ചെയ്യുക, പിടിച്ച് പറിച്ചെടുക്കുക എന്നർത്ഥവും ഉണ്ട്. ഇവിടെ നോക്കൂ, യേസ് ഹി ഗ്രാബ്ഡ്, അവൻ എടുത്തു, വൺ ഒന്ന്, അവൻ ഒന്ന് എടുത്തിട്ട്, അതായത് ഒരു കുക്കീസ് എടുത്തിട്ട് വലിയ പുഞ്ചിരിയോട് കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്, എടുത്തിട്ടാ പറഞ്ഞത്, കുക്കീസ് അല്ലേ, കുക്കീസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഡിൽന വെറുതെ നിൽക്കുമോ, ഇല്ല. ഡിൽന ടു, ഡിൽനയും ഗ്രാബ്ഡ്, പിടിച്ചു പറിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ എടുത്തു. എന്തെടുത്തു, ഒരു കുക്കി, ഡിൽനയും ഒരു കുക്കി എടുത്തു. മനസ്സിലായില്ലേ. അപ്പോ ഒന്ന് ഐസക്കും എടുത്തു, ഒരു കുക്കി ഡിൽനയും എടുത്തു. നോക്കൂ, മോം, മോം എന്ന് പറഞ്ഞാൽ അമ്മ. അമ്മേ, ഇറ്റ്സ് റെയിനിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മേ, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഐസക് ഷൗട്ടഡ്, ഷൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡ് ലൗഡ്ലി എന്നാണ് അർത്ഥം, ഉച്ചത്തിൽ പറയുക. ദർ വാസ് എന്നാൽ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ദർ വാസ് നോ എന്നാൽ ഉണ്ടായിരുന്നില്ല. എന്തുണ്ടായിരുന്നില്ല, റിപ്ലൈ, മറുപടി. അവിടെ മറുപടി ഉണ്ടായിരുന്നില്ല. ഇനി നോക്കൂ, ഇവിടെ നമുക്ക് 3 ചോദ്യങ്ങളുണ്ട്, നോക്കാം. വേർ, എവിടെ, വേറായിരുന്നു, 2 സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. WHERE വേർ, എവിടെ, WERE വേർ, ആയിരുന്നു. വേർ, വേർ, എവിടെ ആയിരുന്നു. ദ ചിൽഡ്രൻ, കുട്ടികൾ, പ്ലേയിങ്, കളിച്ചുകൊണ്ടിരുന്നത്. എവിടെയായിരുന്നു കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത്, നോക്കൂ കൂട്ടുകാരെ, എവിടെയാ കളിച്ചുകൊണ്ടിരുന്നത്, ദ ചിൽഡ്രൻ വേർ പ്ലേയിങ് ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അതിന്റെ ആൻസർ ആണിത്, ദ ചിൽഡ്രൻ. ഇവിടെ ദ ചിൽഡ്രൻ എന്ന് എഴുതിയാൽ മതി. ഡിൽനയ്ക്കും ഐസക്കിനും പകരം നമ്മൾ എന്ത് എഴുതിയാൽ മതി, ഇവിടെ ചിൽഡ്രൻ. ക്വസ്റ്റ്യനിൽ ചിൽഡ്രൻ എന്നാണുള്ളത്, അതുകൊണ്ട് ഇവിടെ ദ ചിൽഡ്രൻ വേർ പ്ലേയിങ് ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. കൂട്ടുകാർക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ, പ്ലേയിങ്, കളിക്കുന്നത്, ഇൻ ദ റെയിൻ, മഴയിൽ കളിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ. ഒട്ടുമിക്ക കൂട്ടുകാരും മഴയിൽ കളിക്കുന്നത് അവർക്ക് സന്തോഷമായിരിക്കും. അങ്ങനെയുള്ളവർ ഇവിടെ ആൻസർ എന്തെഴുതണം, യെസ് ഉണ്ട്. ഐ ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു, പ്ലേയിങ് ഇൻ ദ റെയിൻ അല്ലേ. ഇത് നോക്കൂ, അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ, ദർ വാസ് നോ, ഉണ്ടായിരുന്നില്ല. റിപ്ലൈ, മറുപടി. ഫ്രം മദർ, ഫ്രം എന്ന് പറഞ്ഞാൽ നിന്ന്, ഫ്രം മദർ, അമ്മയിൽ നിന്ന് മറുപടി ഉണ്ടായില്ല. വാട്ട്, എന്ത്, മേ ബി, ആയിരിക്കും, ദ റീസൺ, കാരണം. എന്തായിരിക്കും കാരണം, അത് നമ്മൾ ഗസ് ചെയ്ത് പറയേണ്ടതാണ്. അടുത്ത പേജ് നോക്കാതെ ഇവിടെ നമ്മൾ ഗസ് ചെയ്ത് ഊഹിച്ച് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഷീ മേ ബി, അവൾ ആയിരിക്കും, ബിസി, തിരക്കുള്ള,
വിത്ത് വർക്ക് അല്ലെ, അവൾ വർക്കിൽ അതായത് എന്തെങ്കിലും പ്രവൃത്തിയിൽ തിരക്ക് പിടിച്ചിരിക്കും അല്ലെ, ഓർ അല്ലെങ്കിൽ ഡൂയിങ് ചെയ്തുകൊണ്ടിരിക്കും സംതിങ് എന്തെങ്കിലും ഇൻ ദ കിച്ചൺ, ഇല്ലെങ്കിൽ അവൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് നമ്മൾ ഗസ് ചെയ്ത് പറയുന്നതാണ് കൂട്ടുകാരെ. അടുത്ത ഭാഗത്തിലേക്ക് പോകാം.